ചാനലിലേക്ക് സ്വാഗതം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട 2025 വരുന്ന ചില മാറ്റങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മളെല്ലാവരും റേഷൻ കാർഡ് ഉപയോഗിക്കുന്നവരാണ്. റേഷൻ കാർഡുള്ളവർ 2025 ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. സംസ്ഥാനത്തെ BPL റേഷൻ കാർഡുള്ള വിഭാഗങ്ങൾക്ക് ജനുവരി മാസം മുതൽ സൗജന്യ അരി വിതരണം ഉണ്ടാവുന്നതായിരിക്കും. കേന്ദ്ര സർക്കാർ ഈ ആനുകൂല്യങ്ങൾ നീട്ടിയതുകൊണ്ട് തന്നെ സൗജന്യ അരിയും ഗോതമ്പും തുടർന്നും ലഭിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം BPL AY റേഷൻ കാർഡുള്ളവർക്ക് മാസ്റ്ററിംഗ് ചെയ്യുന്നതിനായി സമയം നിശ്ചയിച്ചിരുന്നു. അതുപ്രകാരം മുൻഗണനാ വിഭാഗം കാർഡുള്ള എല്ലാ വ്യക്തികളും മാസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ ചുരുക്കം ആളുകൾ ചെയ്യാത്തവരായുമുണ്ട്. ഇവര് റേഷൻ വിതരണത്തിൽ നിന്നും കുറവ് വരുത്തുന്നതായിരിക്കും. അതായത് ഇലക്ട്രിക് KYC ചെയ്യാത്തവർക്ക് ഭക്ഷ്യധാന്യത്തിൽ അളവ് കുറഞ്ഞാണ് ലഭിക്കുക. അതുമാത്രമല്ല, കിടപ്പു രോഗികൾക്കും വിദേശത്തുള്ളവർക്കുമാണ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. അതുപോലെ റേഷൻ കാർഡുള്ള എല്ലാവരും റേഷൻ കൃത്യമായി വാങ്ങിയിരിക്കണം. അല്ലാത്ത പക്ഷം അവരുടെ റേഷൻ കാർഡ് റദ്ദായി പോവാൻ സാധ്യതയുണ്ട്. BPL AY കാർഡുള്ളവർക്ക് നീല കാർഡിലേക്കും നീല കാർഡുള്ളവർക്ക് വെള്ള കാർഡിലേക്കുമെല്ലാം മാറാൻ സാധ്യതയുണ്ട്. തുടർച്ചയായി 3 മാസം റേഷൻ വാങ്ങാത്തവരുടെ കാർഡ് തീർച്ചയായും മാറുന്നതായിരിക്കും. ഇപ്പോൾ വെള്ള നീല കാർഡുള്ളവർക്ക് കാർഡ് BPL വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അവസരമുണ്ട്. ഡിസംബർ 31-നാണ് ഇത് അവസാനിക്കുക. ഇതിന് അപേക്ഷ നൽകിയത് പ്രകാരം അർഹതയുള്ളവർക്ക് 2025 BPLലേക്ക് മാറ്റി നൽകുന്നതാണ്. അർഹതയില്ലാത്തവരുടെ അപേക്ഷ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് റേഷൻ കാർഡുള്ളവർക്കെല്ലാം ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അർഹതയുള്ളവർ ആനുകൂല്യം നഷ്ടമാവാതെ ശ്രദ്ധിക്കുക. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ HeKerala ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക.